കണ്ടങ്ങിരിക്കും മരുന്നിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഡ്രഗ് കൺട്രോളർ. ഇതിന് ഏതാ ശാസ്ത്രം? നിരോധിച്ച മരുന്നാണോ ശാസ്ത്രം? നിരോധിക്കാതെ ഇപ്പോഴുള്ള മരുന്നാണോ ശാസ്ത്രം? ഇനി നാളെ ഇത് നിരോധിച്ചിട്ട് വരാൻ പോണ മരുന്നാണോ ശാസ്ത്രം? ഏതിലാ ശാസ്ത്രം ഉള്ളത്? അത് പിന്നെ ശാസ്ത്രം അങ്ങനെയാണ്. ഒരു മരുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് ആ മരുന്നിന് കുഴപ്പമുണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ഞങ്ങളത് മാറ്റും. അപ്പം അതുവരെ ഇത് കഴിച്ചു പോകണം നമ്മളുടെ കാര്യമോ? നമ്മൾ കഴിച്ച് നമുക്ക് കുഴപ്പമുണ്ടെന്ന് കണ്ടു കഴിയുമ്പോഴേ നമ്മുടെ കരളും കിഡ്നിയും പോയെന്ന് കണ്ടു കഴിയുമ്പോൾ അവർ മാറ്റി പുതിയതുണ്ടാക്കും. കൊള്ളാലോ അല്ലേ? നിങ്ങളുടെ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ മൊത്തം മാറ്റി ഊതിക്കാച്ചി പൊന്നുരുക്കുന്ന പോലെ ഉരുക്കി കൃത്യമാക്കി കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾ ശാസ്ത്രീയരാണെന്ന് സമ്മതിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിഷക്കാരാണ്, വിഷവിൽപ്പനക്കാരാണ്, അപകടകാരികളാണ്. നിങ്ങളിൽ നിന്ന് ഓടി അകന്നാൽ മനുഷ്യൻ രക്ഷപ്പെടും. നിങ്ങൾ ആശുപത്രി കയറുമ്പോൾ തുടങ്ങിയ അപകടം. അവിടുത്തെ റേഡിയേഷൻ, എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീൻ്റെ റേഡിയേഷൻ, ആ ചുറ്റളവിൽ മുഴുവൻ റേഡിയേഷനാണ്, ഹൈ വോൾട്ടേജാണ്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഇപ്പോൾ വിദേശ കുത്തക ഏറ്റെടുത്തിട്ടുള്ള കിംസ് ആശുപത്രിയിൽ ചെന്നാൽ കിട്ടുന്ന ഭക്ഷണം എന്തൊക്കെയാ? അപ്പം ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കില്ലർ എഫ് സി, പിശാജ് ഹട്ട്, മാഡ് ഡൊണാൾഡ്സ്, ബ്രൂ കഫേ, സ്ക്രൂ. ആശുപത്രിയിലുള്ള ക്യാൻറ്റീനിൽ നിന്നൊക്കെ വരണത് സ്ക്രൂ ബിരിയാണി എന്നൊക്കെ പറയും. പിന്നെ കുഴിമാന്തി, ഷവർമ്മ, അതും മരണൈസ് കൂട്ടിയാ തരണത്. ആശുപത്രിക്കാരുടെ ഭക്ഷണമാണ് വട, പഴംപൊരി, ഉണ്ടംപൊരി, സമൂസ. ആശുപത്രിയിലെ രോഗികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് ചായ, അതും പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ. പുറമേ കടലാസാണ്, അകത്ത് മൈക്രോ ഫിലിമുണ്ട്. പേപ്പർ ഗ്ലാസ് എന്നവർ പറയും. ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിലെ ചായ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം. പിന്നെ മുട്ടയും മണ്ടൻ ബ്രെഡും പാലും കൂടി ചേർത്ത് ഇത്രയും വൃത്തികെട്ട ഒരു ഫുഡ് കോമ്പിനേഷൻ വേറെ ഇല്ല. കഫം ഇല്ലാത്തവർക്ക് കഫക്കെട്ടുണ്ടാക്കും, കുട്ടികൾക്ക് വയറ് ദഹനക്കേടുണ്ടാക്കും, കൃമിയുണ്ടാക്കും. എന്തിനാ ആശുപത്രിക്കാർ വൃത്തികെട്ട ഭക്ഷണം തരുന്നത്? അവിടെ വരുന്ന നിങ്ങളെ കൂടുതൽ രോഗികളാക്കി എടുക്കലാണ് അതിൻ്റെ ജോലി. അവരുടെ ലാഭം അതാണ്. അവിടെ 1000-10,000 കോടികൾ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പലിശ കിട്ടണം. അവിടെ ചെല്ലുന്ന നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി പറഞ്ഞു തന്ന് വിട്ടാലേ നടക്കത്തില്ല. ആശുപത്രി നടത്തുന്ന കള്ളുമുതലാളി. നമ്മുടെ നല്ലൊരു ശതമാനം ആശുപത്രികളും കള്ളുമുതലാളിമാരാണ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ കള്ളുമുതലാളിമാരെക്കാൾ ഭീകരന്മാരാണ് വിദേശ കുത്തക കോർപ്പറേറ്റ് ഭീമന്മാർ. അവർ വലിയ ഹോസ്പിറ്റൽ മുഴുവൻ മേടിച്ചെടുത്തു കഴിഞ്ഞു. പണയത്തിന് കഴുത്തറക്കുന്ന പലിശയ്ക്ക് പണയം കൊടുക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ നടത്തുന്നത്. കൊണ്ട് ആഹാരം നിരന്തരം ചെല്ലുന്ന ശരീരം നശിക്കും. ഡോക്ടർമാർ പറയുന്നത് പോലെ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും എല്ലാം കൃത്യമാക്കി വൈറ്റമിനുകളും കഴിക്കുന്നവരാണ് മൊത്തം ആശുപത്രിയിൽ തന്നെ പോയി കിടക്കുന്നത്. ഞങ്ങൾ പറയുന്നത് പോലെ പഴങ്ങളും പച്ചക്കറികളും നട്ട്സും തവിട് കളയാത്ത ചോറും കഴിക്കുന്നവർ അടുക്കളയാണ് ആശുപത്രി, ആഹാരമാണ് ഔഷധം. അച്ഛൻ അല്ലെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503
അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഞങ്ങൾ പറയുന്നത് പോലെ പഴങ്ങളും പച്ചക്കറികളും നട്ട്സും തവിട് കളയാത്ത ചോറും കഴിക്കുന്നവർ അടുക്കളയാണ് ആശുപത്രി, ആഹാരമാണ് ഔഷധം. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആഹാരം പാചകം ചെയ്യുന്നവരാണ് ഡോക്ടർ. ഈ മുദ്രാവാക്യം കേൾക്കുന്നവര്, ഇത് മനസ്സിലാക്കുന്നവര്, അതിനനുസരിച്ച് വീട്ടിലെ അടുക്കള ക്രമീകരിക്കുന്നവർ ഒരു രോഗവുമില്ലാതെ സുഖമായി ജീവിക്കുന്നു. ഉള്ള രോഗങ്ങളെ മാറ്റിയെടുക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ശാസ്ത്രീയമായ ഇൻവെസ്റ്റ്മെന്റുകളുടെ എക്കണോമിക് ശാസ്ത്രം വേണോ, സാമ്പത്തിക ശാസ്ത്രക്കാരെ വേണോ, അതോ രോഗമില്ലാതെ ജീവിക്കാനുള്ള ശരീരശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രകൃതിക്കാരെ വേണോ? തീരുമാനം നിങ്ങൾ എടുക്കണം. എങ്ങനെ ജീവിക്കണം, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? അതിപ്പോ വന്നൊരിടത്ത് വെച്ച് കാണാം. വരുമ്പോ വരട്ടെ, ആശുപത്രി ഉണ്ട്, മരുന്നുണ്ട്, ഡോക്ടർമാരുണ്ട്, കത്തിയുണ്ട്. അവിടെ കീറി ഓരോ അവയവങ്ങളും എടുത്ത് മാറ്റി ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ സുഖമാകും. യൂട്രസ് ആണ് ഈ കുഴപ്പം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അത് ചവിട്ടിപ്പറിച്ച് വലിച്ചങ്ങോട്ട് കളഞ്ഞാൽ, ഈ കീചകവാദത്തിൽ ഭീമനല്ലേ നിന്ന് അലറി വിളിച്ചിട്ട് ചവിട്ടി പിടിച്ച് കൊട്ടലൊരു വലിച്ച് പൊട്ടിക്കലുണ്ട്. അതുപോലെ യൂട്രസ് എടുത്ത് അങ്ങോട്ട് വലിച്ച് കളഞ്ഞാൽ നമ്മൾ സുഖമാകും. തൈറോയിഡ് അവിടെ ഇരിക്കുന്നതാണ്, വേണ്ടാതെ വെച്ചിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ടല്ലേ അതിന് വീക്കം വരണത്. അതുകൊണ്ട് കഴുത്ത് മുറിച്ച് ആ തൈറോയിഡ് എടുത്ത് കളയുമ്പോൾ നമുക്ക് സുഖമാകും. ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ കണ്ണി കാണാൻ പാടില്ല. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ അപ്പത്തിക്കിരിക്ക് കരി കയറും. ഓട്ടനെ പറിച്ച് കീറി അതെടുത്ത് കളയും. നിങ്ങളെ നന്നാക്കി തരാനാണ് കേട്ടോ, നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്. ഓരോരോ അവയവം എടുത്ത് കളയും. ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് വന്നാൽ ശിക്ഷ മുഴുവനും പാവം ഹൃദയത്തിനാണ്. ഹൃദയത്തിൻ്റെ കുറ്റം കൊണ്ടാണോ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്? ഹൃദയത്തിൻ്റെ കുറ്റം കൊണ്ടാണോ ഹൃദയത്തിൽ ബ്ലോക്ക് വരുന്നത്? അല്ലല്ലോ. പിന്നെ ഹൃദയത്തെ ശിക്ഷിക്കണത് എന്തിനാ? ഇതേ കൂടെ കുന്തം കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് വീർപ്പിച്ചു കൊടുക്കും. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലാണ്. അവിടെ കൊണ്ടുപോയി ബ്ലോക്ക് ഉള്ളിടത്ത് ഒന്ന് വലുതാക്കി കൊടുത്താൽ തൽക്കാലത്തേക്ക് ബ്ലോക്ക് മാറുന്നൊന്നുമില്ല. ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. പിന്നെ രക്തം നേർപ്പിക്കാനുള്ള മരുന്നെന്ന് പറഞ്ഞിട്ട് ആസ്പിരിൻ ഇങ്ങനെ തരും. ബെൻസീനും ടൊളുവിനുമാണ് ആസ്പിരിനില്. കീടനാശിനി, തനി കീടനാശിനി. നിങ്ങൾ AI എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മരുന്ന് കമ്പനികൾ കീടനാശിനി കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് മരുന്ന് കമ്പനികളെല്ലാം കീടനാശിനി കമ്പനികളും കൂടി ആയിരിക്കുന്നത്? ഇപ്പോൾ AI പറയും അത് റോ മെറ്റീരിയൽ രണ്ടിൻ്റെ ഒന്ന് തന്നെ ആയതുകൊണ്ട് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ ഭയങ്കര ലാഭം കിട്ടും, അതുകൊണ്ടാണെന്ന് പറയും. എനിക്ക് അങ്ങനെയാണ് മറുപടി കിട്ടിയത്. ജെമിനി മറുപടി തന്നതാണ്. രണ്ടിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഒന്ന് തന്നെ ആയതുകൊണ്ട്. കീടനാശിനി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ ചോദിച്ചോ പറഞ്ഞു, കീടനാശിനി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഹെൽത്ത്, അതിനുള്ള സാധനമാണ്. അപ്പം മരുന്നോ, അത് ഹ്യൂമൻ ഹെൽത്തിനുള്ളതാണ്. ഇത് രണ്ടും കൂടി വെച്ചുകൊണ്ട് ഈ കമ്പനികൾ പറയുന്നത് ഞങ്ങൾ ലൈഫ് സയൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ലൈഫ് സയൻസ്, പ്ലാന്റ് ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്ത്. സസ്യങ്ങളുടെ രോഗത്തിനുള്ള മരുന്നാണ് കീടനാശിനി. മനുഷ്യൻ്റെ രോഗത്തിനുള്ള ഇംഗ്ലീഷ് മരുന്നാണ് കീടനാശിനിയാണ് ഇംഗ്ലീഷ് മരുന്ന്. നമ്മുടെ രോഗത്തിനുള്ള കീടനാശിനിയാണ് ഇംഗ്ലീഷ് മരുന്ന്. ചീര കഴിച്ച് നിങ്ങൾ രക്തത്തിൻ്റെ കണ്ടന്റ് അളവ് ഹീമോഗ്ലോബിൻ കൂട്ടിയെടുക്കുവോ, അതോ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ 500 രൂപ ഡോക്ടർക്ക് കൊടുത്ത് 19 രൂപ വിലയുള്ള മരുന്നെടുത്ത് കഴിക്കുമോ? ഗുളിക എടുത്ത് കഴിച്ച് ഏത് വേണം? ആ ഗുളികകൾക്ക് പറയാത്ത സൈഡ് എഫക്ട്സ് ആണ് ഭാവിയിൽ നിങ്ങളുടെ കരൾ കേടുവരുത്തുക, വൃക്ക കേടുവരുത്തുക. ഇത് തന്നെയാണ് അലോപ്പതി തരുന്ന എല്ലാ മരുന്നും.